കഴിഞ്ഞ വീഡിയോകളിലായിട്ട് എൻ്റെ പഴയ വണ്ടിയായ മഹീന്ദ്ര റോഡിയോയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പുതിയ വണ്ടിയായിട്ടുള്ള ജൂപ്പിറ്റർ ക്ലാസിക്കിനെ കുറിച്ചാണ്. എൻ്റെ ഈ പുതിയ വണ്ടിയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ. ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് വാങ്ങിയത്, കഴിഞ്ഞ വർഷം. പക്ഷേ ഓഗസ്റ്റിൽ വാങ്ങിയെങ്കിലും എൻ്റെ പേരിലേക്ക് RC മാറി കിട്ടാൻ ഒരു 3 മാസം കഴിഞ്ഞിരുന്നു. നവംബറിലാണ് RC എൻ്റെ പേരിലേക്ക് മാറി കിട്ടിയത്. അതിന് ശേഷമാണ് ഷോറൂമിൽ കൊടുത്തിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചത്. കമ്പനി ഫിറ്റിങ്സ് വരാൻ തന്നെ കുറച്ച് ദിവസം വൈകിയിരുന്നു. ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച അടുപ്പിച്ചായപ്പോഴാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് തന്നെ എത്തിയത്. മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ RI സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് MVD പറഞ്ഞത് അന്വേഷിച്ചപ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബോക്സ്, കമ്പനി വന്ന ബോക്സാണ് ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വരാനായിട്ട് കുറച്ച് ഡിലേ വന്നു. 2 ദിവസം തന്നെ ഇതിൻ്റെ ഫുൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കൈ കിട്ടിയിരുന്നു വണ്ടി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോഴുള്ള ഈ ജൂപ്പിറ്ററിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ കമ്പി, അതിലുപയോഗിച്ചിട്ട് കമ്പിയൊക്കെ ആണെങ്കിൽ കുറച്ച് കനം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഴയ വണ്ടിക്കാണെങ്കിൽ കുറേ കൂടി കനമുള്ളൊരു കമ്പിയായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിരുന്നാൽ, ഈ റോഡിൻ്റെ ചില ഭാഗത്തെത്തുമ്പോൾ ചരിഞ്ഞ ഭാഗങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിലേ ഓടിക്കുമ്പോൾ ഈ കമ്പിയുടെ ബലം കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു സൈഡിൽ നന്നായിട്ട് ചരിവ്, ഒരു വലിവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പഴയ മഹീന്ദ്ര വണ്ടിക്ക് അങ്ങനെ തോന്നിയതില്ല. കാരണം ഇതിനേക്കാളും കുറച്ചുകൂടി ഉറപ്പുള്ള കമ്പികളായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ചരിവ് അധികം ഫീൽ ചെയ്തിരുന്നില്ല, ഒരു വലിവ് ഫീൽ ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മീറ്ററിൻ്റെ ഒരു കാര്യമാണ്. ഇതാണെങ്കിൽ അനലോഗ് മീറ്റർ ആയതുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് ഇതിൻ്റെ ഈ ഫ്യൂവൽസിൻ്റെ ആ ഒരു ലെവലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റേ റോഡിയോയുടെ കാര്യമാണെങ്കിൽ അത് ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു. ആ ഡിജിറ്റൽ മീറ്ററിൻ്റെ ഒരു കുഴപ്പം ഇടയ്ക്ക് വെച്ച് കംപ്ലൈൻ്റ് ആയി. അതിനുശേഷം പിന്നെ നന്നാക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതാണെങ്കിൽ നന്നാക്കാൻ പറ്റില്ല. പിന്നെ പുതിയത് നമ്മൾ മീറ്റർ വെക്കേണ്ടി വരുന്ന പറഞ്ഞത് അന്വേഷിച്ചപ്പോൾ. അതിന് നല്ലൊരു എമൗണ്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടിയേക്കാളും കൂടുതൽ യാത്രാസുഖമുള്ളത് ഈ വണ്ടിക്ക് തന്നെയാണെന്ന് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും. കാരണം പഴയ മഹീന്ദ്രയുടെ റോഡിയോ വണ്ടിക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു ജെർക്കിങ് ആയിരുന്നു. വണ്ടി കിട്ടിയ സമയത്തും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മൊത്തത്തിലൊരു എന്താ പറയുക, നമ്മൾ വളരെ സ്മൂത്തായിട്ടുള്ളൊരു റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ പോലും ഒരു പൊളിഞ്ഞ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗാണ് വണ്ടിക്ക്. ജെർക്കിങ് ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ റിപ്പയറിങ് നമ്മൾ പോയിട്ട് കംപ്ലൈൻറ്റ് ഇതിൻ്റെ ജെർക്കിങ്ങിനെ പറ്റി പറഞ്ഞാൽ ബെയറിങ് മാറ്റും. പക്ഷേ ബെയറിങ് മാറിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം, അതുവരെ നമുക്ക് അതിൻ്റെ ഒരു വണ്ടി ഓടിക്കാനുള്ള സ്മൂത്ത്നെസ് നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. അതിനുശേഷം ഈ സംഭവം വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. വളരെ നല്ലൊരു ഓടിക്കാൻ ഒരു സുഖമുള്ളൊരു വണ്ടിയാണ് ഈ ജൂപ്പിറ്റർ ക്ലാസിക്. പഴയ മഹീന്ദ്ര വണ്ടി ഉപയോഗിച്ചിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അനലോഗിൻ്റെ മീറ്റർ ആയിരുന്നില്ല, ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു. അത് കേടായതിനു ശേഷം പെട്രോൾ ലെവൽ എത്രയാണെന്ന് അറിയാതെ ഒരു ഊഹം വെച്ചിട്ട് ഓടിച്ച് പോയിരുന്ന ടൈമായിരുന്നു. പലപ്പോഴും കണക്ക് കൂട്ടൽ തെറ്റിയിട്ടൊക്കെ പെട്രോൾ തീർന്ന് പെട്ടുപോയിട്ടുള്ള അവസ്ഥ, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാട് തവണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ എന്തായാലും അനലോഗിൻ്റെ മീറ്റർ ആയതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സമാധാനമാണ്.
പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സീറ്റിൻ്റെ ഒരു ചരിവ് കുറച്ച് അധികമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കുറച്ച് അധികം മറ്റേ വണ്ടിയിലേക്കാണ് ഒരു ചരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ ഒരു ഗ്രിപ്പ് ഒരു കുറവ് പോലെ നമുക്ക് ഇരിക്കുമ്പോൾ വഴിക്ക് പോകുമ്പോഴത്തെ ഒരു ഫീലാണ് ഇതിന്. അങ്ങനെ ഞാൻ ഷോറൂമുകാരോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഇവർക്ക് ഈ സീറ്റിൻ്റെ ചരിവ് പരിഹരിക്കാൻ കഴിയില്ല. അത് ചെയ്യുന്നത് സീറ്റ് കവറിൻ്റെ വർക്ക് ചെയ്യുന്ന ഷോപ്പുകാരുണ്ട്, സീറ്റ് കവർ അതിൻ്റെ മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്ന ഷോപ്പുകാർ. അപ്പോൾ അവരോട് പറഞ്ഞാൽ അവരാണിത് ശരിയാക്കുക എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന പിടുത്തം അത് രണ്ടാമത് ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ്. അത് ഉമ്മാക്ക് പിറകിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പിടിക്കാനൊരു ഗ്രിപ്പില്ല എന്ന് പറഞ്ഞു, അങ്ങനെ ഫിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.